ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ SCERT ബേസിക് സയൻസിലെ 7ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ ഉള്ള നമ്മുടെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, വീഡിയോസ് കാണുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ അപ്പോൾ നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോസ് എല്ലാം അപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് കടക്കുകയാണ്. 7ാമത്തെ ചാപ്റ്റർ മനുഷ്യ ശരീരം ഒരു വിസ്മയം, രക്തപര്യനം, വിസർജനം, നാഡീയേകോപനം എന്നിവയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിലൂടെ നമ്മൾ ആദ്യം പഠിക്കുന്നത് രക്തപര്യന വ്യവസ്ഥ അല്ലെങ്കിൽ സർക്കുലേറ്ററി സിസ്റ്റത്തെക്കുറിച്ചാണ്. ചെറുകുടലിലെ വില്ലസുകൾ ആഗിരണം ചെയ്യുന്ന പോഷക ഘടകങ്ങളും ശ്വസനഫലമായി ലഭിക്കുന്ന ഓക്സിജനും കോശങ്ങളിൽ എത്തുന്നു. ഈ ധർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്നത് രക്തമാണ്. രക്തം, രക്തക്കുഴലുകൾ, ഹൃദയം എന്നിവ ചേർന്ന സംവിധാനമാണ് രക്തപര്യന വ്യവസ്ഥ. രക്തപര്യന വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അവിടെ എന്തൊക്കെയുണ്ട്? രക്തം, അതുപോലെ രക്തക്കുഴലുകൾ, ഹൃദയം എന്നിവ ചേർന്ന സംവിധാനത്തിന് പറയുന്ന പേരാണ് രക്തക്കുഴലുകൾ. അപ്പോൾ നമ്മുടെ ചെറുകുടലിലെ വില്ലസുകളാണ് പോഷക ഘടകങ്ങളും ശ്വസന ഫലമായി ലഭിക്കുന്ന ഓക്സിജനും കോശങ്ങളിൽ എത്തിക്കുന്നു. ഈ ധർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്നത് ആരാണ്? ഇതെല്ലാം എത്തുന്നത് ആരിലൂടെയാണ്? രക്തത്തിലൂടെയാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. മനുഷ്യൻ്റെ രക്തപര്യന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ ഏതെല്ലാം എന്നാണ് ഇവിടെ ചിത്രത്തിൽ തന്നിരിക്കുന്നത്. അപ്പോൾ രക്തപര്യന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ ഹൃദയം, അതുപോലെ ശ്വാസകോശങ്ങൾ, നമ്മൾ പറഞ്ഞ ഏതൊക്കെയാണ്? രക്തം എന്നിവയാണ്. രക്തക്കുഴലുകൾ, ഇതൊക്കെയാണ് രക്തപര്യന വ്യവസ്ഥയുടെ ഭാഗങ്ങളെന്ന് പറയുന്നത്. ഹൃദയത്തിൽ നിന്ന് ഓക്സിജനും പോഷക ഘടകങ്ങളും അടങ്ങിയ രക്തം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നതും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന രക്തം ഹൃദയത്തിൽ തിരിച്ചെത്തുന്നതുമാണ് രക്തപര്യന വ്യവസ്ഥയുടെ പ്രധാന ധർമ്മം. അപ്പോൾ രക്തപര്യന വ്യവസ്ഥയുടെ പ്രധാന ധർമ്മം എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എന്തൊക്കെയാണ്? ഓക്സിജനും പോഷക ഘടകങ്ങളും അടങ്ങിയ രക്തം എവിടെ എത്തുന്നു? ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നു. അപ്പോൾ ഓക്സിജനും അതുപോലെ തന്നെ പോഷക ഘടകങ്ങളും അടങ്ങിയ രക്തം എത്തുന്നത് എവിടെ നിന്നാണ്? ഹൃദയത്തിൽ നിന്നാണ്. ഇനി അതുപോലെ തന്നെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന രക്തം തിരിച്ചെവിടെ എത്തുന്നു? ഹൃദയത്തിൽ എത്തിച്ചേരുന്നതും ഏതിലൂടെയാണ്? രക്തപര്യന വ്യവസ്ഥയിലൂടെയാണ്. അപ്പോൾ രക്തപര്യനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ധർമ്മം ഇതാണ്. ഇനി നമ്മൾ മനുഷ്യരക്തത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ മനുഷ്യരക്തത്തിൻ്റെ നിറം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. രക്തത്തിന് ചുവപ്പ് നിറത്തിന് കാരണം എന്താണ്? അപ്പോൾ രക്തത്തിന് ചുവപ്പ് നിറത്തിന് കാരണം ഹീമോഗ്ലോബിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ സാന്നിധ്യമാണ് രക്തത്തിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണം. ഇനി ഹീമോഗ്ലോബിൻ്റെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് ഇരുമ്പ്, പ്രോട്ടീൻ മുതലായവ. അപ്പോൾ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകങ്ങൾ ചോദിച്ചാൽ അത് ഇരുമ്പും പ്രോട്ടീനുമാണ്. ഇരുമ്പടങ്ങിയ ആഹാരം കഴിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇരുമ്പടങ്ങിയ ആഹാരം കഴിക്കണമെന്ന് നമ്മൾ പറയുന്നത്. അതിന് കാരണം എന്താണ്? നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഈ ഇരുമ്പും പ്രോട്ടീനും ഒക്കെയാണ്. ഇരുമ്പടങ്ങിയ ചില ഭക്ഷ്യവസ്തുക്കൾ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇരുമ്പടങ്ങിയ ചില ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണ്? കോഴിമുട്ടയുണ്ട്, ഈന്തപ്പഴം, മുരിങ്ങയില, ഇതൊക്കെ ഇരുമ്പ് അടങ്ങിയ ഭക്ഷണ വസ്തുക്കളാണ്. ശ്വാസകോശത്തിൽ നിന്ന് കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുകയും കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ശ്വാസകോശത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത് രക്തത്തിലെ ഹീമോഗ്ലോബിനാണ്. അപ്പോൾ ഈ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ ധർമ്മം എന്താണ് എന്ന് ചോദിച്ചാൽ ശ്വാസകോശങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുക. അതുപോലെ കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എവിടെ എത്തിക്കുക? ശ്വാസകോശങ്ങളിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത് നമ്മുടെ രക്തത്തിലെ ഹീമോഗ്ലോബിനാണ്.
ഇനി രക്തത്തിലെ പ്രധാന ഘടകങ്ങൾ. അപ്പോൾ രക്തത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് അടുത്ത് നമ്മൾ പറയുന്നത്. എന്തൊക്കെയാണ് രക്തത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ? പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റുകൾ, വെളുത്ത രക്തകോശം, ചുവന്ന രക്തകോശം എന്നിവയാണ് രക്തത്തിലെ പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇതിൽ പ്ലാസ്മയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. രക്തത്തിൻ്റെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ. അപ്പോൾ പ്ലാസ്മ എന്ന് പറയുന്നത് എന്താണ്? രക്തത്തിൻ്റെ ദ്രാവക ഭാഗമാണ്. ഇനി പ്ലാസ്മയുടെ നിറം എന്താണ്? ഇളം മഞ്ഞ നിറമാണ് പ്ലാസ്മയ്ക്കുള്ളത്. പ്ലാസ്മയുടെ ധർമ്മം എന്താണ്? ഗ്ലൂക്കോസിനെ കോശങ്ങളിൽ എത്തിക്കുന്നത് ആരാണ്? പ്ലാസ്മയാണ്. അപ്പോൾ പ്ലാസ്മ എന്ന് പറയുന്നത് രക്തത്തിൻ്റെ ദ്രാവക ഭാഗമാണ്. ഇതിന് ഇളം മഞ്ഞ നിറമാണ്. ഗ്ലൂക്കോസിനെ എവിടെ എത്തിക്കുന്നു? കോശങ്ങളിൽ എത്തിക്കുന്നത് പ്ലാസ്മയാണ്. അടുത്ത നമ്മൾ പറയുന്നത് പ്ലേറ്റ്ലെറ്റുകളെ കുറിച്ചാണ്. പ്ലേറ്റ്ലെറ്റുകളുടെ ധർമ്മം എന്താണ്? രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നത് പ്ലേറ്റ്ലെറ്റുകളാണ്. അടുത്ത് നമ്മൾ പറയുന്നത് വെളുത്ത രക്താണുക്കൾ അല്ലെങ്കിൽ WBC എന്ന് പറയും. എന്താണ് WBCയുടെ ധർമ്മം? നിശ്ചിത ആകൃതിയില്ല. അപ്പോൾ രക്തത്തിലെ വെളുത്ത രക്തകോശങ്ങൾക്ക് എന്തില്ല? നിശ്ചിത ആകൃതി ഒന്നുമില്ല. പക്ഷെ എന്തുണ്ട്? ഇവയ്ക്ക് മർമ്മമുണ്ട്. അപ്പോൾ WBCക്ക് നിശ്ചിത ആകൃതി ഇല്ലെങ്കിലും അതിനെന്തുണ്ട്? മർമ്മമുണ്ട്. ഇതിൻ്റെ ജോലി എന്താണ്? രോഗാണുക്കളെ നശിപ്പിക്കുക എന്നതാണ് വെളുത്ത രക്തകോശം ചെയ്യുന്നത്. എന്താണ് വെളുത്ത രക്തകോശം ചെയ്യുന്നത്? രോഗാണുക്കളെ നശിപ്പിക്കുക എന്നതാണ്. ഇനി നമ്മൾ ചുവന്ന രക്തകോശത്തെക്കുറിച്ച് പറയുകയാണ്. റെഡ് ബ്ലഡ് സെല്ല് അല്ലെങ്കിൽ RBCയെ കുറിച്ചാണ് പറയുന്നത്. RBCയുടെ ആകൃതി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഡിസ്കിൻ്റെ ആകൃതിയാണ് RBCക്കുള്ളത്. പക്ഷേ നമ്മുടെ WBCയുടെ ആകൃതി എന്താണ് എന്ന് ചോദിച്ചാൽ അവിടെ അതിനെന്തില്ല? ആകൃതിയില്ല. അതുപോലെ തന്നെ നമ്മുടെ ചുവന്ന രക്തത്തിന് മർമ്മമില്ല. പക്ഷെ WBCക്ക് എന്തുണ്ട്? മർമ്മമുണ്ട്. ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ചുവന്ന രക്തത്തിൽ എന്തടങ്ങിയിരിക്കുന്നു? ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നു. അതുപോലെ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ വിനിമയം നടക്കുന്നതും എവിടെയാണ്? ചുവന്ന രക്താണുക്കളിലാണ് അല്ലെങ്കിൽ നമ്മുടെ RBCയിലാണ് എന്ത് നടക്കുന്നത്? ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും വിനിമയം നടക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ രക്തത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി രക്തത്തിൻ്റെ ദ്രാവക, ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻസ് വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ രക്തത്തിൻ്റെ ദ്രാവക ഭാഗം നമ്മൾ പറഞ്ഞു പ്ലാസ്മയാണ്. രക്തകോശങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. WBC, RBC എന്നിവയാണ് രക്തകോശങ്ങൾ. പ്ലേറ്റ്ലെറ്റുകളുടെ ധർമ്മം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. പ്ലേറ്റ്ലെറ്റുകൾ എന്താ ചെയ്യുന്നത്? പ്ലേറ്റ്ലെറ്റുകൾ രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നതാണ് എന്ത്? പ്ലേറ്റ്ലെറ്റുകൾ എന്ന് പറയുന്നത്. ഇനി അതുപോലെ ഹീമോഗ്ലോബിൻ കാണപ്പെടുന്ന രക്തകോശം ഏതാണ്? ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നത് ചുവന്ന രക്താണു അല്ലെങ്കിൽ RBCയിലാണ് എന്ത് കാണപ്പെടുന്നത്? ഈ ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നത്. അതുപോലെ വെളുത്ത രക്തകോശങ്ങളും ചുവന്ന രക്തകോശങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ പറഞ്ഞു. വെളുത്ത രക്തകോശത്തിന് എന്തുണ്ട്? മർമ്മമുണ്ട്. പക്ഷേ ചുവന്ന രക്തകോശത്തിന് എന്തില്ല? മർമ്മം ഇല്ല. അതുപോലെ വെളുത്ത രക്തകോശങ്ങൾക്ക് ആകൃതിയില്ല. എന്നാൽ ചുവന്ന രക്തകോശങ്ങൾക്ക് എന്താകൃതിയാണ്? ഡിസ്കിൻ്റെ ആകൃതിയുണ്ട്. അടുത്ത് നമ്മൾ പറയുന്നത് രക്തപര്യനത്തെക്കുറിച്ചാണ്. രക്തക്കുഴലുകളിലൂടെ രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എന്ത് ചെയ്യുന്നു? സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും രക്തമെത്തുന്നത് ഏതിലൂടെയാണ്? ഏത് മാർഗത്തിലൂടെയാണ്? രക്തക്കുഴലുകളിലൂടെയാണ്. എത്ര തരം രക്തക്കുഴലുകൾ നമ്മുടെ ശരീരത്തിലുണ്ട് എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉള്ള എന്താണ് രക്തക്കുഴലുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഏതൊക്കെയാണ്? ധമനികൾ, സിര, ലോമികകൾ, ഇതൊക്കെയാണ് നമ്മുടെ രക്തത്തിലെ എന്തെന്ന് പറയുന്നത്? രക്തക്കുഴലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അവയിൽ ലോമികകളുണ്ട്, സിരയുണ്ട്, ധമനിയുണ്ട്. ഇതൊക്കെയാണ് രക്തക്കുഴലുകൾ. ഇനി ധമനിയുടെ പ്രത്യേകത എന്താണ്? ധമനി എന്ന് പറയുമ്പോൾ ഹൃദയത്തിൽ നിന്ന് ആരംഭിക്കുന്നു. അപ്പോൾ ധമനി ഹൃദയത്തിൽ നിന്ന് ആരംഭിക്കുന്നു. സിര എന്ന് പറയുമ്പോൾ ഹൃദയത്തിൽ എത്തിച്ചേരുന്നു. അപ്പോൾ ഹൃദയത്തിലേക്ക് എത്തിച്ചേരുന്ന രക്തക്കുഴലുകളാണ് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രക്തത്തെ ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളാണ് സിരകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹൃദയത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നത്? ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം എത്തിക്കുന്നത് ധമനിയാണ്.
ഇനി ധമനികൾ, സിരകൾ, ലോമികകൾ ഇവയുടെ പ്രത്യേകതകളാണ് നമ്മൾ പറയുന്നത്. ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ കൂടുതൽ അടങ്ങിയ രക്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കുഴലുകളാണ് ധമനികൾ. അപ്പം ധമനികൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ കൂടുതൽ അടങ്ങിയ രക്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടുപോകുന്ന കുഴലുകളാണ് ധമനികൾ. ഈ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ കലർന്ന രക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന കുഴലുകൾ ഏതാണ്? അത് സിരകളാണ്. അപ്പോൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ രക്തം എന്ത് ചെയ്യുന്നു? ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നത് സിരകളാണ്. സിരകളെയും ധമനികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത കുഴലുകളാണ് ലോമികകൾ. അപ്പോൾ ഈ സിരകളെയും ധമനികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത കുഴലുകൾ ഏതാണ്? അതാണ് ലോമികകൾ. ഓക്കെ, ഇനി നമ്മൾ ഹൃദയത്തെക്കുറിച്ചാണ് പറയുന്നത്. രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം എന്ന് പറയുന്നത് ആരാണ്? ഹൃദയമാണ്. അപ്പോൾ രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് ഹൃദയം. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തം പമ്പ് ചെയ്യുന്നത് ഹൃദയമാണ്. അപ്പോൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തം പമ്പ് ചെയ്യുന്നത് ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്? ഹൃദയമാണ്. ഹൃദയസ്പന്ദനം സ്വയം മനസ്സിലാക്കി ഹൃദയത്തിൻ്റെ സ്ഥാനം കണ്ടെത്താനായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഹൃദയം ഔരസാശയത്തിൽ ശ്വാസകോശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഹൃദയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഔരസാശയത്തിനിടയിൽ. അപ്പം നമ്മുടെ ഹൃദയം ഔരസാശയത്തിൽ എവിടെയാ? ശ്വാസകോശങ്ങൾക്കിടയിലാണ് നമ്മുടെ ഹൃദയം സ്ഥിതി ചെയ്യുന്നത്. ഔരസാശയത്തിൽ ശ്വാസകോശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം നമ്മുടെ ഹൃദയം വാരിയെല്ലുകളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഹൃദയത്തിന് ചതവും ഒടിവൊന്നും വരാതെ ഹൃദയം എന്ത് ചെയ്യുന്നു? വാരിയെല്ലുകളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഹൃദയത്തിൻ്റെ സവിശേഷതകളെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്. മനുഷ്യ ഹൃദയത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. ഹൃദയത്തിന് മുഷ്ടിയോളം വലിപ്പമുള്ളത്. നമ്മൾ കൈ ചുരുട്ടുമ്പോൾ കൈയുടെ മുഷ്ടിയുണ്ടല്ലോ, ആ മുഷ്ടിയോളം വലിപ്പമാണ് ആർക്കുള്ളത്? നമ്മുടെ ഹൃദയത്തിനും. ഓരോരുത്തരുടെയും മനുഷ്യൻ്റെയും ഹൃദയത്തിന് അവരവരുടെ കൈമുഷ്ടിയുടെ വലിപ്പമാണുള്ളത്. ഹൃദയത്തെ ആവരണം ചെയ്ത് ഇരട്ട സ്ഥലമുണ്ട്. ഇതിനെ പെരികാർഡിയം എന്ന് പറയുന്നു. അപ്പോൾ ഹൃദയത്തെ ആവരണം ചെയ്ത ഇരട്ട സ്ഥലം ഏതാണ്? പെരികാർഡിയമാണ്. അപ്പോൾ ഹൃദയത്തെ ആവരണം ചെയ്ത ഇരട്ട സ്ഥലമാണ് പെരികാർഡിയം. മനുഷ്യ ഹൃദയത്തിൽ എത്ര അറകളുണ്ട്? മനുഷ്യ ഹൃദയത്തിൽ 4 അറകളുണ്ട്. എല്ലാ ജീവികൾക്കും ഹൃദയമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താണ്? മറ്റ് ജീവികളുടെ ഹൃദയത്തിനും 4 അറകളാണോ ഉള്ളത് എന്ന് ചോദിച്ചാലും അപ്പോൾ ഓരോ ജീവികൾക്കും വ്യത്യസ്ത രീതിയിലാണ് അവയുടെ ഹൃദയത്തിന് അറകളുള്ളത്. ഇനി ഇവിടെ ചില ജീവികളും തന്നിട്ടുണ്ട്, അവയുടെ ഹൃദയത്തിൻ്റെ അറകളും തന്നിട്ടുണ്ട്, ഹൃദയത്തിൻ്റെ ചിത്രം ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഒന്നാമത്തെ ജീവി മണ്ണിരയാണ്. മണ്ണിരയുടെ ഹൃദയത്തിൻ്റെ അറകളെന്ന് പറയുന്നത് 5 ജോഡി പാർശ്വഹൃദയങ്ങളാണ് ആർക്കുള്ളത്? മണ്ണിരയ്ക്കുള്ളത്. അപ്പോൾ മണ്ണിരയുടെ ഹൃദയത്തിന് എന്താണ്? 5 ജോഡി പാർശ്വഹൃദയങ്ങളാണ് ആർക്കുള്ളത്? മണ്ണിരയ്ക്കുള്ളത്. 5 ജോഡി പാർശ്വഹൃദയങ്ങൾ. ഇനി പാറ്റയുടെ ഹൃദയത്തിൽ എത്ര അറകളുണ്ട്? 13 അറകളുണ്ട്. പാറ്റയ്ക്ക് 13 അറകളുണ്ട്. അടുത്ത് മത്സ്യമാണ് നമ്മൾ പറയുന്നത്. മത്സ്യത്തിൻ്റെ ഹൃദയത്തിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2 അറകളാണ്. മത്സ്യത്തിൻ്റെ ഹൃദയത്തിൻ്റെ അറകൾ എത്രയാണ്? 2 അറകളാണ്. അതുപോലെ തന്നെ തവളയുടെ ഹൃദയത്തിൻ്റെ അറകൾ 3 അറകളാണ്. അപ്പോൾ 3 അറകൾ തവളയ്ക്കും 2 അറകൾ ആർക്കുമുണ്ട്? നമ്മുടെ മത്സ്യത്തിനുമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കോഴിയുടെ ഹൃദയത്തിൻ്റെ അറകൾ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ കോഴിയുടെ ഹൃദയത്തിൻ്റെ അറകൾ എത്രയാണ്? 4. അപ്പോൾ ഇതാണ് ഹൃദയത്തിൻ്റെ അറകൾ, ഓരോ ജീവിയുടെയും ഹൃദയത്തിൻ്റെ അറകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഹൃദയസ്പന്ദനത്തെക്കുറിച്ചാണ്. അപ്പോൾ ആശുപത്രിയിൽ പോകുമ്പോൾ ഡോക്ടർ എന്ത് ചെയ്യും? നമ്മുടെ ഹൃദയസ്പന്ദനം നോക്കും. അപ്പോൾ ഹൃദയസ്പന്ദനം അതുപോലെ പൾസ് എന്നിവ നോക്കാറുണ്ട്. അപ്പോൾ എന്തിനാണ് ഹൃദയസ്പന്ദനം അതുപോലെ പൾസ് എന്നിവ നോക്കുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിവിടെ ഹൃദയസ്പന്ദനവും പൾസും പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഹൃദയം ഒരു പ്രാവശ്യം സങ്കോചിക്കുകയും പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നതാണ് ഹൃദയസ്പന്ദനം.
ആരോഗ്യമുള്ള ഒരാളുടെ ഹൃദയം മിനിറ്റിൽ 72 പ്രാവശ്യം സ്പന്ദിക്കുന്നു. അപ്പോൾ ആരോഗ്യമുള്ള ഒരാളുടെ ഹൃദയം മിനിറ്റിൽ എത്ര പ്രാവശ്യം സ്പന്ദിക്കുന്നു? 72 പ്രാവശ്യമാണ് സ്പന്ദിക്കുന്നത്. ഇതാണ് ഹൃദയസ്പന്ദന നിരക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആരോഗ്യമുള്ള ഒരാളുടെ ഹൃദയം 72 പ്രാവശ്യം എന്ത് ചെയ്യും? സ്പന്ദിക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹൃദയസ്പന്ദന നിരക്ക് എന്ന് പറയുന്നത്. ഹൃദയസ്പന്ദനത്തിൻ്റെ ഫലമായി ധമനികളിൽ തരംഗചലനം ഉണ്ടാകുന്നത് പൾസ്, അതാണ് പൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൃദയസ്പന്ദനത്തിൻ്റെ ഫലമായി നമ്മുടെ ധമനികളിൽ എന്തുണ്ടാകും? തരംഗചലനം ഉണ്ടാകും. ആ തരംഗചലനത്തിന് പറയുന്ന പേരാണ് പൾസ്. ഹൃദയസ്പന്ദന നിരക്കും പൾസിൻ്റെ നിരക്കും എപ്പോഴും തുല്യമായിരിക്കും. അപ്പോൾ ഹൃദയസ്പന്ദന നിരക്കും പൾസിൻ്റെ നിരക്കും എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. ഇനി ശരീരത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ പരിശോധിച്ച് നോക്കുമ്പോഴാണ് നമുക്ക് പൾസ് അറിയാൻ കഴിയുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കൈത്തണ്ട ഡോക്ടർമാരൊക്കെ ചിലപ്പോൾ രോഗികളെ കൊണ്ടുപോകുമ്പോൾ കൈത്തണ്ട പിടിച്ച് നോക്കാറുണ്ട്. എന്തിനാണ്? പൾസ് അറിയുന്നതിന് വേണ്ടിയാണ്. അതുപോലെ നെറ്റിയുടെ ഇരുവശങ്ങൾ, അതൊക്കെ നമ്മുടെ കൈത്തണ്ട, അതുപോലെ നെറ്റിയുടെ ഇരുവശങ്ങൾ, ഇതൊക്കെ പൾസ് അറിയാൻ സഹായിക്കുന്നവയാണ്. അതുപോലെ ഹൃദയം, നമ്മുടെ ഡോക്ടർ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡോക്ടർ എന്ത് ചെയ്യുന്നു? കുട്ടിയെ പരിശോധിക്കുന്ന ഒരു ചിത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് റെനെ ലെനക്ക് ആണ്. അപ്പോൾ റെനെ ലെനക്കാണ് ഹൃദയസ്പന്ദനം പരിശോധിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമായ സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത്. റെനെ ലെനക്കാണ് ഇത് ആദ്യമായിട്ട് എന്ത് ചെയ്തത്? നിർമ്മിക്കുകയും ചെയ്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്റ്റെതസ്കോപ്പിൻ്റെ മാതൃക നിർമ്മിക്കാം. അപ്പോൾ ഇത് കുട്ടികൾക്കുള്ള ഒരു വർക്കാണ്. അപ്പോൾ അതിനുള്ള സാമഗ്രികളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഇനി ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഹൃദയത്തിൻ്റെ ആത്മഗതം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താണ്? കൂടുതൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണം സ്ഥിരമായി കഴിക്കുന്നത് എൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും. അപ്പോൾ ഈ ഹൃദയം പറയുന്ന വാക്കുകളാണ് കേൾക്കുക. എന്താ പറഞ്ഞത്? സ്ഥിരമായിട്ട് കൊഴുപ്പ് നിറഞ്ഞ ഭക്ഷണം കഴിക്കുന്നത് എന്ത് ചെയ്യുന്നു? ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നു. അതുപോലെ തന്നെ പുകവലി, മദ്യപാനം എന്നിവ എന്നെ വേഗം രോഗിയാക്കും. അപ്പോൾ ഹൃദയം പറയുകയാണ് എന്താണ്? പുകവലി, മദ്യപാനം എന്നിവ എന്നെ വേഗം എന്ത് ചെയ്യും? രോഗിയാക്കും. അതുപോലെ ജീവിതശൈലി രോഗങ്ങൾ എന്നെ തളർത്തുന്നു. ജീവിതശൈലി രോഗങ്ങളായ ഏതൊക്കെയാണ്? കൊളസ്ട്രോള്, BP, ഷുഗർ, ഇതൊക്കെ എന്ത് ചെയ്യുന്നു? എന്നെ തളർത്തുന്നു. അതുപോലെ വ്യായാമം ചെയ്തില്ലെങ്കിൽ എൻ്റെ ആരോഗ്യം തകരാറിലാകും. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഹൃദയത്തിൻ്റെ ആത്മഗതമാണ്. അപ്പോൾ ഹൃദയാരോഗ്യം നിലനിർത്താൻ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമ്മൾ ശരിയായ ആഹാരശീലങ്ങൾ പിന്തുടരണം, വ്യായാമം, ജീവിതചര്യകൾ എന്നിവയിലൂടെ നമുക്ക് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ എന്ത് ചെയ്യാൻ പറ്റും? സംരക്ഷിക്കാൻ കഴിയും. ഇനി മുറിവുണ്ടായാൽ എന്താണ് ചെയ്യേണ്ടത്? ഹൃദയം, രക്തം, രക്തക്കുഴലുകൾ എന്നിവ രക്തപര്യന വ്യവസ്ഥയുടെ ഭാഗങ്ങളാണെന്ന് മനസ്സിലായല്ലോ. അപ്പം നമ്മൾ പറഞ്ഞു, ആദ്യമേ നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, നമ്മുടെ രക്തപര്യന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഹൃദയമുണ്ട്, അതിൽ രക്തമുണ്ട്, രക്തക്കുഴലുകൾ, ഇതൊക്കെ ഏതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്? നമ്മുടെ രക്തപര്യന വ്യവസ്ഥയുടെ ഭാഗങ്ങളാണെന്ന് പറഞ്ഞു. രക്തക്കുഴലുകൾ മുറിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പോൾ രക്തക്കുഴലുകൾ മുറിഞ്ഞാലുള്ള പ്രശ്നം എന്താണ്? നമ്മുടെ രക്തത്തിൽ മുറിവിൽ നിന്ന് രക്തം വരും അല്ലേ? രക്തം ഒഴുകുന്നതായിട്ട് നമുക്ക് കാണാം. മുറിവ് പറ്റിയ ഒരാൾക്ക് പ്രഥമ ശുശ്രൂഷയാണ് നൽകുന്നത്. അപ്പം മുറിവ് പറ്റിയ ഒരാൾക്ക് നൽകുന്ന പ്രഥമ ശുശ്രൂഷ എന്തൊക്കെയെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേത്, ശുദ്ധജലം ഉപയോഗിച്ച് മുറിവ് വൃത്തിയാക്കുക. മുറിവിൽ അമർത്തിപ്പിടിക്കുക. കയ്യിലാണ് മുറിവെങ്കിൽ കൈ ഉയർത്തിപ്പിടിക്കുക. രക്തപ്രവാഹം നിൽക്കുന്നില്ലെങ്കിൽ
ശുദ്ധമായ തുണിയോ ബാൻഡേജോ കൊണ്ട് മുറിവ് പൊതിഞ്ഞു കെട്ടുക. അപ്പോൾ രക്തപ്രവാഹം നിലച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം? ശുദ്ധമായ തുണിയോ ബാൻഡേജോ കൊണ്ട് നമ്മൾ മുറിവ് പൊതിഞ്ഞ് കെട്ടണം. വേഗത്തിൽ വൈദ്യസഹായം ലഭ്യമാക്കുകയും വേണം. അപ്പോൾ ഇതൊക്കെയാണ് മുറിവുണ്ടായാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി ഹൃദയം മാറ്റിവെക്കാം. എങ്ങനെയാണ് ഹൃദയം മാറ്റിവെക്കാൻ പറ്റുന്നത്? ഗുരുതരമായ ഹൃദ്രോഗമുള്ളവർക്കാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താറുള്ളത്. മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തിയുടെ ഹൃദയമെടുത്ത് രോഗിയിൽ വച്ച് പിടിപ്പിക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. 1967 ഡോക്ടർ ക്രിസ്ത്യൻ ബർണാഡാണ് 1967 ഡോക്ടർ ക്രിസ്ത്യൻ ബർണാഡാണ് എന്ത് ചെയ്തത്? ആദ്യമായ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തീകരിച്ചത്. അപ്പോൾ നമ്മുടെ 1967 ആരാണ്? ക്രിസ്ത്യൻ ബർണാഡാണ് ആദ്യമായിട്ട് എന്ത് ചെയ്തത്? ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയത്. ഇനി രക്തദാനത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. രക്തദാനം മഹാദാനം. ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ ഏകദേശം 5.5 ലിറ്റർ വരെ രക്തമുണ്ടാകും. അപ്പോൾ ഒരാളുടെ ശരീരത്തിൽ എത്ര ലിറ്റർ വരെ രക്തമുണ്ടാകും? ആരോഗ്യവാനാണെങ്കിൽ 5.5 ലിറ്റർ വരെ രക്തമുണ്ടാകും. അപകടങ്ങൾ, അസുഖങ്ങൾ എന്നിവ മൂലം ശരീരത്തിൽ രക്തത്തിൻ്റെ അളവ് കുറയുമ്പോൾ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ രക്തം എന്ത് ചെയ്യുന്നു? നമ്മൾ മറ്റുള്ളവർക്ക് ദാനമായിട്ട് നൽകുന്നു. ഒരാൾ സ്വമനസാലെ മറ്റൊരാൾക്കോ ശാസ്ത്രീയമായി സൂക്ഷിച്ച് പിന്നീട് ഉപയോഗിക്കുന്നതിനോ രക്തം നൽകുന്നതാണ് രക്തദാനം എന്ന് പറയുന്നത്. അപ്പോൾ രക്തദാനം എന്ന് പറഞ്ഞാൽ ഒരാൾ സ്വന്തം ആയിട്ട് നൽകുന്നു, മറ്റൊരാൾക്ക് രക്തം ദാനം നൽകുന്നു. അതുപോലെ ശാസ്ത്രീയമായി സൂക്ഷിച്ച് പിന്നീട് ഉപയോഗിക്കുന്ന അതിന് വേണ്ടിയിട്ട് രക്തം എന്ത് ചെയ്യുന്നു? സൂക്ഷിച്ചു വയ്ക്കുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? രക്തദാനം എന്ന് പറയുന്നത്. നിങ്ങളും 18 വയസ്സ് കഴിയുമ്പോൾ ഒരു സാമൂഹ്യ സേവനം എന്ന നിലയിൽ ഇതിൻ്റെ ഭാഗമാകുമല്ലോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ രക്തദാനവുമായി ബന്ധപ്പെട്ട മുദ്രാഗീതങ്ങൾ തയ്യാറാക്കാനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് പറയുന്നത് വിസർജന വ്യവസ്ഥയെക്കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ദഹനം, രക്തപര്യനം, ശ്വസനം എന്നീ ജീവൽ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് വിസർജന വ്യവസ്ഥയാണ്. ശ്വസനഫലമായി ഉണ്ടാകുന്ന വാതകം ഏതെന്ന് നമ്മൾ പഠിച്ചു. നമ്മുടെ ശ്വസനഫലമായിട്ട് ഉണ്ടാകുന്ന വാതകമാണ് ഓക്സിജൻ. ഇത് പുറന്തള്ളുന്ന അവയവം ഏതാണ്? ശ്വസനഫലമായിട്ടുണ്ടാകുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. ശ്വസിക്കുമ്പോൾ ഓക്സിജൻ നമ്മൾ ശ്വസിക്കുന്നു. ശ്വസനഫലമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നത് അതാണ് നമ്മുടെ ശ്വാസകോശമാണ്. ഇനി അതുപോലെ തന്നെ നമ്മുടെ വിസർജന വസ്തുക്കൾ, മറ്റേതെല്ലാം വിസർജന വസ്തുക്കളാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ളത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അവയെ പുറന്തള്ളാനുള്ള സംവിധാനങ്ങളും അതൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. അതിലൊന്നാമത്തതാണ് വിസർജനം എന്ന് പറയുന്നത്. നോക്കാം. ജീവൽ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന യൂറിയ, അധികമുള്ള ജലം, ലവണങ്ങൾ തുടങ്ങിയവ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്ന പ്രക്രിയയാണ് വിസർജനം. അപ്പോൾ വിസർജനം എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവൽ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന യൂറിയ, അധികമുള്ള ജലം, ലവണങ്ങൾ തുടങ്ങിയവ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്ന പ്രക്രിയയ്ക്ക് നമ്മൾ എന്തെന്ന് പറയുന്നു? വിസർജനം എന്ന് പറയുന്നു. അടുത്ത നമ്മൾ വൃക്കകളെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവം ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? വൃക്കകളാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവം ഏതാണെന്ന് ചോദിച്ചാലാണ് വൃക്കകൾ നമ്മൾ പറയും. ഇപ്പോൾ മനുഷ്യ ശരീരത്തിലെ അരിപ്പകളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ വൃക്കകൾ എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിലെ അരിപ്പകൾ എന്നറിയപ്പെടുന്നത് ആരാ? വൃക്കകളാണ്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് വൃക്കയും അതിൻ്റെ അരിക്കലിനെ കുറിച്ചുമാണ് പറയുന്നത്. അപ്പോൾ പയർവിത്തിൻ്റെ ആകൃതിയിലുള്ള നമ്മുടെ വൃക്കകൾ, ഇതാണ് പയർവിത്തിൻ്റെ ആകൃതിയിലുള്ള നമ്മുടെ വൃക്കകൾ എന്ന് പറയുന്നത്. ഇവയുടെ പ്രത്യേകത എന്താണ്? ഇവ ഉദരാശയത്തിൽ നട്ടെല്ലിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പം നമ്മുടെ ഉദരാശയത്തിൽ നമ്മുടെ നട്ടെല്ലിൻ്റെ ഇരുവശത്തുമായിട്ട് എന്ത് കാണപ്പെടുന്നു? വൃക്കകൾ കാണപ്പെടുന്നു. വൃക്കയിലേക്ക് രക്തം എത്തുന്നത് ഏതിലൂടെയാണ്? വൃക്കാധമനിയിലൂടെയാണ്. അപ്പോൾ വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്നത് ആരാണ്?
വൃക്കാധമനി വഴിയെത്തുന്ന രക്തത്തിൽ യൂറിയ, ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ, മറ്റ് ഘടകങ്ങൾ എന്നിവ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ നമ്മുടെ വൃക്കാധമനി വഴിയാണ് കൊണ്ടുവരുന്ന ആ രക്തത്തിൽ എന്തൊക്കെയുണ്ട്? യൂറിയ ഉണ്ടാവും, ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ, മറ്റ് ഘടകങ്ങൾ എന്നിവ ഉണ്ടായിരിക്കും. എന്നാൽ അരിക്കലിന് ശേഷം വൃക്കസിരയിലൂടെ തിരിച്ചു പോകുന്ന രക്തത്തിൽ യൂറിയ, ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ, മറ്റ് ഘടകങ്ങൾ എന്നിവയുടെ അളവ് താരതമ്യേന എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ അരിച്ചൊക്കെ മാറ്റുമ്പോൾ കുറയും. സാധാരണ നമ്മൾ എന്ത് സാധനവും അരിച്ച് മാറ്റുമ്പോൾ കുറച്ച് കുറയുമെന്ന് ആലോചിക്കുക. അപ്പോൾ അതുപോലെയാണ് നമ്മുടെ വൃക്കാധമനി വഴി എത്തുന്ന രക്തത്തിൽ എന്താണ്? യൂറിയ, ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ, മറ്റ് ഘടകങ്ങൾ ഉണ്ടാവും. ഇവ അരിച്ച് തിരിച്ചു പോകുമ്പോൾ, അരിക്കലിന് ശേഷം ഏതിലൂടെയാണ് തിരിച്ചു പോകുന്നത്? വൃക്കസിരയിലൂടെയാണ്. ഈ വൃക്കസിരയിലൂടെ ഇത് തിരിച്ചു പോകുമ്പോൾ ഈ ഉള്ള എന്താണ് രക്തത്തിലുള്ള യൂറിയ, ഗ്ലൂക്കോസ്, ലവണം എന്നിവയുടെയൊക്കെ അളവ് എങ്ങനെയായിരിക്കും? വളരെ താരതമ്യേന കുറവായിരിക്കും. ഇത്തരത്തിൽ വൃക്കയിൽ അരിക്കലിന് വിധേയമായ രക്തത്തിലെ മാലിന്യങ്ങൾ മൂത്രത്തിലൂടെ പുറന്തള്ളുന്നു. അപ്പോൾ ഇങ്ങനെ ഈ കുറയുന്ന സാധനം ഏത് വഴിയാണ് പുറന്തള്ളപ്പെടുന്നത്? അത് മൂത്രത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? പുറന്തള്ളുന്നത്. ശരിയായ അളവിൽ ജലം, ലവണങ്ങൾ എന്നിവ ശരീരത്തിൽ നിലനിർത്തുന്നതിന് വൃക്കകൾ പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പോൾ നമ്മുടെ വൃക്കകൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ശരീരത്തിൽ ശരിയായ അളവിൽ ജലം, ലവണങ്ങൾ എന്നിവ നിലനിർത്താൻ എന്ത് ചെയ്യുന്നു? വളരെയേറെ പ്രധാനപ്പെട്ട പങ്കാണ് വഹിക്കുന്നത്. ആരോഗ്യമുള്ള ഒരാളുടെ വൃക്കകൾ ഒരു ദിവസം ശരാശരി 1.5 ലിറ്റർ മൂത്രം ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ എത്ര ഒരു ദിവസം വൃക്കകൾ എത്ര മൂത്രം ഉൽപ്പാദിപ്പിക്കും? 1.5 ലിറ്റർ മൂത്രം ഉൽപ്പാദിപ്പിക്കുന്നു. ഇനി വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴൽ ഏതാണ്? നമ്മൾ പറഞ്ഞു, അത് വൃക്കാധമനിയാണ്. വൃക്കയിൽ നിന്ന് രക്തം തിരികെ കൊണ്ടുപോകുന്ന രക്തക്കുഴലുകൾ ഏതാണ്? അത് വൃക്കസിരയാണ്. അതുപോലെ വൃക്കധമനി, വൃക്കസിര എന്നീ രക്തക്കുഴലുകളിലെ രക്തത്തിന് എന്ത് വ്യത്യാസമാണുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യുന്നു? അതിൽ ജലം, ലവണം, നമ്മുടെ എന്തൊക്കെ ഉണ്ടാവും? മാലിന്യങ്ങളൊക്കെ അടങ്ങിയ രക്തമായിരിക്കും ഉള്ളത്. ഇനി വൃക്കസിരയിലേക്ക് പോകുമ്പോൾ ആ രക്തം എന്ത് ചെയ്യുന്നു? അത് അരിക്കലിന് വിധേയമാക്കിയിട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ തിരിച്ചു പോകുന്ന രക്തം താരതമ്യേന കുറവും ആയിരിക്കും. അതുപോലെ വൃക്കയിൽ നിന്ന് മൂത്രം കൊണ്ടുപോകുന്ന കുഴൽ ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മൂത്രനാളിയിലൂടെയാണ് മൂത്രം എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇത്രയുമാണ്. വിസർജന വ്യവസ്ഥയിലെ ഏത് ഭാഗത്താണ് മൂത്രം ശേഖരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൂത്രാശയത്തിലാണ് എന്ത് ചെയ്യുന്നത്? മൂത്രം ശേഖരിച്ച് വയ്ക്കുന്നത്. ഇനി നമ്മൾ അപ്പോൾ ഇവിടെ ഒരു കുട്ടി ഡോക്ടറെ കാണാൻ വന്നിരിക്കുന്നത് ഒരു ചർച്ച, ഡോക്ടറുമായിട്ടുള്ളൊരു ചർച്ചയാണ് തന്നിരിക്കുന്നത്. ഡോക്ടർ മൂത്രം ഒഴിക്കുമ്പോൾ എനിക്ക് പുകച്ചിലും വേദന അനുഭവപ്പെടുന്നു പറയുന്നു. അപ്പം മൂത്രം ഒഴിക്കുമ്പോൾ പുകച്ചിലും വേദന അനുഭവപ്പെടുമ്പോൾ അതിന് കാരണം എന്താണ്? ആവശ്യത്തിന് വെള്ളം കുടിക്കാത്തത് കൊണ്ടാണെന്ന് ഡോക്ടർ മറുപടി പറയുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും യഥാസമയം മൂത്രമൊഴിക്കുകയും ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡോക്ടർ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്ന ഒരു ചിത്രീകരണം തന്നിട്ടുണ്ട്. എന്താ അവിടെ പറയുന്നത്? നമ്മുടെ വൃക്ക പറയാണ് എന്താ? എന്നെ സംരക്ഷിക്കൂ. എന്തൊക്കെയാണ്? പുകവലിയും മദ്യപാനവും ഉപേക്ഷിക്കുക. അപ്പോൾ വൃക്കരോഗം വരാതിരിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? പുകവലിയും മദ്യപാനം എന്നിവ ഉപേക്ഷിക്കണം. ഉപ്പിൻ്റെ അമിത ഉപയോഗം കുറയ്ക്കണം. അനാവശ്യമായ മരുന്നിൻ്റെ ഉപയോഗം കുറയ്ക്കുക. ദിവസവും ഏകദേശം 12 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക. കൃത്രിമ പാനീയങ്ങളുടെ അമിതമായ ഉപയോഗം ഒഴിവാക്കുക. ദിവസവും വ്യായാമം ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ചെയ്താൽ മാത്രം നമ്മുടെ വൃക്കകൾ ആരോഗ്യപരമായിട്ട് ഇരിക്കും എന്നാണ് പറയുന്നത്. ഇനി വൃക്കകളുടെ പ്രവർത്തനം തകരാറിലായ ഒരാളെ സംരക്ഷിക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട്? എന്തെല്ലാം മാർഗങ്ങളിലൂടെയാണ് ഒരു വൃക്ക രോഗിയെ സംരക്ഷിക്കുന്നത്? അതിന് മെയിനായിട്ട് എന്താണ്? ഡയാലിസിസ്, അതുപോലെ വൃക്ക മാറ്റിവെക്കൽ. ഇതൊക്കെ എന്താണ്? വൃക്കരോഗം വന്ന ആളിനെ സംരക്ഷിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ നമ്മൾ ഇനി പറയാൻ പോകുന്നത് വൃക്ക മാറ്റിവെക്കലിനെ കുറിച്ചാണ്. ആരോഗ്യമുള്ള ദാതാവിൽ നിന്ന് ഒരു വൃക്ക എടുത്ത് 2 വൃക്കകളും തകരാറിലായ ഒരാളിലേക്ക് വച്ചു പിടിപ്പിക്കുന്നതിനെയാണ് വൃക്ക മാറ്റിവെക്കൽ എന്ന് പറയുന്നത്. വൃക്ക സ്വീകരിക്കുന്ന വ്യക്തിയുടെയും നൽകുന്ന വ്യക്തിയുടെയും രക്തഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള പരിശോധനാ ഫലങ്ങൾ യോജിച്ചാൽ മാത്രമേ വൃക്ക മാറ്റിവെക്കൽ സാധ്യമാകൂ.
18 വയസ്സ് പൂർത്തിയായി ആരോഗ്യമുള്ള ഏതൊരാൾക്കും വൃക്കകൾ എന്ത് ചെയ്യാൻ പറ്റും? ഏതെങ്കിലും ഒന്ന് വൃക്കകളിൽ ഒന്ന് ദാനം ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ വൃക്ക ദാനം ചെയ്യണമെങ്കിൽ എത്ര വയസ്സ് പൂർത്തിയായിരിക്കണം? 18 വയസ്സ് പൂർത്തിയാകണം, ആരോഗ്യമുള്ള ആളായിരിക്കണം. അയാൾക്ക് എന്ത് ചെയ്യാം? അയാളുടെ വൃക്കയിൽ നിന്ന് ഒന്ന് മറ്റ് കിഡ്നി കംപ്ലൈൻ്റ് ഉള്ള ഒരു പേഷ്യൻറ്റിന് നൽകാവുന്നതാണ്. അപ്പോൾ ഇതാണ് വൃക്ക മാറ്റിവെക്കലിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് മറ്റ് വിസർജന അവയവങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ വേനൽക്കാലത്തും മഴക്കാലത്തും നമ്മുടെ ശരീരത്തിൽ വിയർപ്പ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ വേനൽക്കാലം ആകുമ്പോൾ നമ്മുടെ ശരീരം എന്ത് ചെയ്യുന്നു? ധാരാളമായിട്ട് വിയർക്കുന്നുണ്ട്. അപ്പോൾ ഈ വിയർപ്പ് പുറത്തു പോകുന്നത് എങ്ങനെയാണ്? ശരീരത്തിൽ നിന്ന് വിയർപ്പിലൂടെ എന്തെല്ലാം പുറത്തു പോകുന്നു? ജലം, അതുപോലെ ശരീരത്തിലെ ലവണങ്ങൾ എന്നിവയൊക്കെ ഈ വിയർപ്പിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തു പോകുന്നുണ്ട്. അപ്പോൾ വിയർപ്പിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ത്വക്കിലെ സ്വേദഗ്രന്ഥികളാണ് വിയർപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വിയർപ്പുണ്ടാക്കുന്ന ഗ്രന്ഥികൾ ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? സ്വേദഗ്രന്ഥികളാണ്. ത്വക്കിലെ സ്വേദഗ്രന്ഥികൾ. ശരീരത്തിൽ അധികമുള്ള ജലവും ലവണങ്ങളും വിയർപ്പിലൂടെ പുറത്തു പോകുന്നു. വിയർപ്പ് ബാഷ്പമായി മാറാൻ വേണ്ട താപം നമ്മുടെ ശരീരത്തിൽ നിന്നെടുക്കുന്നു. ഇങ്ങനെ നമ്മുടെ ശരീര താപനില ക്രമീകരിച്ച് നിർത്താൻ വിയർക്കൽ സഹായിക്കുന്നു. ശരീരത്തെ പൊതിഞ്ഞ് സൂക്ഷിക്കുക, സ്പർശമറിയുക എന്നിവയും ത്വക്കിൻ്റെ ധർമ്മങ്ങളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വിയർപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ത്വക്കിലെ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയാണ് സ്വേദഗ്രന്ഥിയിൽ നിന്ന് വിയർപ്പ് പുറത്തു വരുന്നത്. അപ്പോൾ സ്വേദഗ്രന്ഥിയിൽ നിന്ന് വിയർപ്പ് പുറത്തു വരുന്നത് ഏതാണ്? നമ്മുടെ ത്വക്കിലെ സൂക്ഷ്മ സുഷിരങ്ങളാണ്. ആ സൂക്ഷ്മ സുഷിരങ്ങൾക്ക് പറയുന്ന പേരാണ് സ്വേദഗ്രന്ഥി. ഇനി ഇവ ത്വക്കിൽ അടിഞ്ഞുകൂടിയാൽ എന്ത് ചെയ്യും? രോഗങ്ങൾ ഉണ്ടാകും. അതിനാൽ കുളിക്കുമ്പോൾ ത്വക്ക് നന്നായി വൃത്തിയാക്കേണ്ടതുണ്ട്. അപ്പോൾ ത്വക്ക്, വൃക്ക എന്നിവ കൂടാതെ ശ്വാസകോശം, കരൾ എന്നിവയ്ക്കും വിസർജന പ്രക്രിയയിൽ വളരെ വലിയ പങ്കാണുള്ളത്. അപ്പം നമുക്ക് നോക്കാം. ശ്വാസകോശം, കരൾ എന്നിവയെക്കുറിച്ചുള്ള കാര്യമാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. ഇനി ശ്വാസകോശം എങ്ങനെയാണ്? കോശങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നത് ആരാണ്? നമ്മുടെ ശ്വാസകോശമാണ്. അപ്പോൾ ശ്വാസകോശം എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു. ഇനി കരളിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് ഏത്? കരൾ എന്ന് പറയുന്നത്. രക്തത്തിലൂടെ എത്തുന്ന ഹാനികരമായ രാസവസ്തുക്കളെ കരൾ എന്ത് ചെയ്യുന്നു? നശിപ്പിക്കുന്നു. കൂടാതെ കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ ആവശ്യമായ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നതും ആരാണ്? കരളാണ്. പോഷക ഘടകങ്ങൾ വിഘടിക്കുമ്പോൾ ശരീരത്തിന് ഹാനികരമായ അമോണിയ ഉണ്ടാകുന്നു. അപ്പോൾ ഈ പോഷകഘടകങ്ങളൊക്കെ വിഘടിക്കുമ്പോൾ എന്തുണ്ടാകും? ശരീരത്തിൽ അമോണിയ ഉണ്ടായി. ഈ അമോണിയ നമ്മുടെ ശരീരത്തിന് ഹാനികരമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് ചെയ്യണം? ഹാനികരമല്ലാത്ത യൂറിയയാക്കി മാറ്റുന്നത് ആരാ? കരളാണ്. അപ്പോൾ അങ്ങനെയാണ് കരൾ എന്ത് ചെയ്യുന്നത്? യൂറിയ പുറന്തള്ളുന്നത്. ഇനി നമ്മൾ കോശങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്ന അവയവം എന്ന് പറഞ്ഞു. അതേതാണ്? ശ്വാസകോശമാണ്. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ എന്ന് പറഞ്ഞു. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസപദാർത്ഥം ഏതാണെന്ന് നമ്മൾ പഠിച്ചു. അത് അമോണിയ ആണെന്ന് പറഞ്ഞു. കരളിൻ്റെ ധർമ്മങ്ങൾ നമ്മൾ പറഞ്ഞു. കരൾ എന്ത് ചെയ്യുന്നു? ഈ അമോണിയയെ എന്ത് ചെയ്യുന്നു? യൂറിയാക്കി മാറ്റുന്നു. ഇനി സസ്യങ്ങളും ജീവികളുമാണ്. സസ്യങ്ങളും എന്താണ്? ജീവികളാണ്. അവയിലും വിസർജനം നടക്കുന്നുണ്ട്. സസ്യങ്ങളിലെ വിസർജനത്തെ പറ്റിയാണ് ഇനി അത് നമ്മൾ ഉയർന്ന ക്ലാസ്സിൽ പഠിക്കുമെന്നാണ്. 7ാം ക്ലാസ്സല്ലേ ആയിട്ടുള്ളത്. ഇനി നമ്മൾ പറയുന്നത് നാഡീവ്യവസ്ഥയാണ്. അപ്പോൾ നാഡീവ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ നമ്മെ സഹായിക്കുന്നത് നാഡീവ്യവസ്ഥയാണ്. മസ്തിഷ്കം അഥവാ തലച്ചോറ്, സുഷുമ്ന, നാഡികൾ എന്നിവ ചേർന്നതാണ് നാഡീവ്യവസ്ഥ. അപ്പം നമ്മുടെ നാഡീവ്യവസ്ഥ എന്തെല്ലാം ചേർന്നതാണ്? നമ്മുടെ മസ്തിഷ്കം അല്ലെങ്കിൽ തലച്ചോറ്, സുഷുമ്ന, നാഡികൾ എന്നിവ ചേർന്നതാണ് എന്ത്? നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത്. ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് ഇത്? മസ്തിഷ്കം. മസ്തിഷ്കം തലയോട്ടിക്കുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം മസ്തിഷ്കം എന്ത് ചെയ്തിരിക്കുന്നു? നമ്മുടെ തലയോട്ടിക്കുള്ളിലാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. വിവിധ പേശികളുടെ ചലനത്തെ നിയന്ത്രിക്കുക, ശരീരത്തിലെ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ച് വിവിധ കോശങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുക
തുടങ്ങിയവ മസ്തിഷ്കത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളാണ്. അപ്പോൾ മസ്തിഷ്കത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ ചോദിച്ചാൽ എന്ത് ചെയ്യുക? നമ്മുടെ പേശികളുടെ ചലനത്തെ, വിവിധ തരത്തിലുള്ള പേശികളുടെ ചലനത്തെ നിയന്ത്രിക്കുക, ശരീരത്തിലെ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ച് വിവിധ കോശങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുക തുടങ്ങിയവ ആരുടെ ജോലിയാണ്? മസ്തിഷ്കത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളാണ്. കാഴ്ച, കേൾവി, ഓർമ്മ, ഭാവന, വികാരങ്ങൾ, ബുദ്ധി എന്നിവയുടെ എല്ലാം കേന്ദ്രം ആരാണ്? മസ്തിഷ്കമാണ്. അപ്പോൾ നമ്മുടെ കാഴ്ച, കേൾവി, ഓർമ്മ, ഭാവന, വികാരങ്ങൾ, ബുദ്ധി എന്നിവയുടെ എല്ലാം കേന്ദ്രം മസ്തിഷ്കമാണ്. ഏറ്റവും ആധുനിക കമ്പ്യൂട്ടർ പോലും കാര്യക്ഷമതയിൽ മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ പിന്നിലാണ് എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് എന്താണ് കാര്യക്ഷമതയുള്ളതാണ് നമ്മുടെ മനുഷ്യ മസ്തിഷ്കം. മുൻകൂട്ടി തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് മാത്രമാണ് ആർക്കുള്ളത്? കമ്പ്യൂട്ടറിനുള്ളത്. എന്നാൽ മസ്തിഷ്കത്തിനാണെങ്കിൽ ചുറ്റുപാടിനോട് പ്രതികരിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സങ്കല്പിക്കാനും കഴിയും. ഉണർന്നിരിക്കുമ്പോൾ മാത്രമല്ല ഉറങ്ങുമ്പോഴും മസ്തിഷ്കത്തിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നു. എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് ആരാണ്? നാഡീവ്യവസ്ഥയാണ്. മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ ഉപയോഗം നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നു. അപ്പോൾ മദ്യം, മയക്കുമരുന്ന് എന്നിവ സാരമായി ബാധിക്കുന്നത് എന്ത് പ്രവർത്തനത്തെയാണ്? നമ്മുടെ നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനത്തെയാണെന്നും പറഞ്ഞു. അപ്പോൾ മസ്തിഷ്കത്തിൻ്റെ പ്രധാന ധർമ്മങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന കവചത്തിൻ്റെ പേര് എന്തെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മസ്തിഷ്കം എന്താണ്? നമ്മുടെ തലയോട്ടിക്കുള്ളിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? സംരക്ഷിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നാഡീവ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങളും നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി കൗമാരവും ആരോഗ്യവും എന്ന കാര്യമാണ് നമ്മൾ പറയുന്നത്. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കൗമാരകാലത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ കുട്ടികൾക്കായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 10 മുതൽ 19 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് കൗമാരം. അപ്പോൾ ഇപ്പോൾ പണ്ടത്തെ അത് 13 മുതൽ 19 ആയിരുന്നു എങ്കിൽ ഇപ്പോൾ ടീനേജ് എന്ന് പറയുമ്പോൾ 10 മുതൽ 19 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് കൗമാരം എന്ന് പറയുന്നത്. ജീവശാസ്ത്രപരമായി ഒട്ടേറെ സവിശേഷതകളുള്ള കാലമാണിത്. സ്വാഭാവികമായി ഒരു ജൈവ പ്രക്രിയ എന്ന നിലയിൽ ഒട്ടേറെ ശാരീരിക മാറ്റങ്ങൾ കൗമാരകാലത്ത് എന്ത് ചെയ്യുന്നു? നടക്കുന്നു. തലച്ചോറിൻ്റെ വികാസം, ഉയരത്തിലും തൂക്കത്തിലും പെട്ടെന്നുണ്ടാകുന്ന വർധനവ്, ഗ്രന്ഥികളുടെ വർദ്ധിച്ച പ്രവർത്തനക്ഷമത എന്നിവയെല്ലാം ഈ ഘട്ടത്തിൻ്റെ പ്രത്യേകതകളാണ്. അപ്പോൾ കൗമാരഘട്ടത്തിലാണ് എന്തൊക്കെ ഉണ്ടാകുന്നത്? നമ്മുടെ തലച്ചോറ് വികസിക്കുന്നത്, ഉയരത്തിലും തൂക്കത്തിലും ഒക്കെ വ്യത്യാസം, വർധനവുണ്ടാകുന്നത്, ഗ്രന്ഥികളുടെ വർദ്ധിച്ച പ്രവർത്തനക്ഷമത ഉണ്ടാകുന്നതൊക്കെ കൗമാര കാലഘട്ടത്തിലാണ്. അപ്പോൾ കൗമാര കാലഘട്ടത്തിൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാണ്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള മാറ്റങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇനി ആൺകുട്ടികൾക്കാണെങ്കിൽ വളർച്ച എന്ത് ചെയ്യുന്നു? ത്വരിതപ്പെടുന്നു. പെൺകുട്ടികളിലും വളർച്ച ത്വരിതപ്പെടുന്നുണ്ട്. പ്രത്യുൽപാദന അവയവങ്ങളുടെ വളർച്ച വേഗത്തിലാകുന്നു. അപ്പോൾ രണ്ടുപേർക്കും എന്താണ്? പ്രത്യുൽപാദന അവയവങ്ങൾ, ആൺകുട്ടികൾക്ക് പ്രത്യുൽപാദന അവയവങ്ങളുടെ വളർച്ച വേഗത്തിലാകുന്നു. പെൺകുട്ടികൾക്കാണെങ്കിൽ എന്താണ്? പ്രത്യുൽപാദന അവയവങ്ങളുടെയും സ്തനത്തിൻ്റെയും വളർച്ച വേഗത്തിലാവുന്നു. ജനനേന്ദ്രിയ ഭാഗം, കക്ഷം, മാറിടം, മുഖം എന്നീ ശരീരഭാഗങ്ങളിൽ രോമങ്ങൾ വളരുന്നു. അപ്പോൾ ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ജനനേന്ദ്രിയ ഭാഗം, അതുപോലെ കക്ഷം, മാറിടം, മുഖം എന്നീ ശരീരഭാഗങ്ങളിൽ രോമങ്ങൾ വളരുന്നു. ഇനി പെൺകുട്ടികൾക്കാണെങ്കിലോ ജനനേന്ദ്രിയ ഭാഗത്തും കക്ഷത്തിലും എന്ത് ചെയ്യുന്നു? രോമങ്ങൾ വളരുന്നു. അതുപോലെ ശബ്ദത്തിന് ഗാംഭീര്യം കൂടുന്നു ആൺകുട്ടികൾക്ക്. ഇനി പെൺകുട്ടികൾക്കാണെങ്കിലോ ശബ്ദ സൗകുമാര്യം കൂടുകയാണ് ചെയ്യുന്നത്. ഇനി ആൺകുട്ടികളിൽ ബീജോത്പാദനം ആരംഭിക്കുന്നു, പെൺകുട്ടികളിൽ അണ്ടോത്സർജനം തുടങ്ങുന്നു അഥവാ ആർത്തവം ആരംഭിക്കുന്നു. ഇതൊക്കെയാണ് കൗമാര കാലഘട്ടത്തിൽ പെൺകുട്ടികളിലും ആൺകുട്ടികളിലും ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ. ഇനി കൗമാരകാലത്തെ ശാരീരിക മാറ്റങ്ങൾ ആണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്, ആർത്തവത്തെക്കുറിച്ചാണ് പറയുന്നത്. എല്ലാ മാസവും പ്രത്യുൽപാദനത്തിനുള്ള പല ഒരുക്കങ്ങളും ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിൽ നടക്കുന്നുണ്ട്. ഗർഭാശയത്തിൻ്റെ ആന്തരപാളിയിൽ ധാരാളം രക്തലോമികകളും കലകളും രൂപപ്പെടുന്നു. എന്നാൽ ഗർഭധാരണം നടക്കാതെ വന്നാൽ ഈ ഒരുക്കങ്ങൾ വെറുതെയാകുന്നു. അപ്പോൾ പുതിയതായി രൂപപ്പെട്ട രക്തലോമികകൾ എന്ത് ചെയ്യും? പൊട്ടും. രക്തലോമികകളും മറ്റു കലകളും ഗർഭാശയഭിത്തിയിൽ നിന്ന് അടർന്നു മാറുകയും രക്തത്തോടൊപ്പം ഇവയെല്ലാം ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുകയും ചെയ്യും. ഈ പ്രക്രിയയാണ് ആർത്തവം എന്ന് പറയുന്നത്. ഇത് 7 ദിവസം വരെ നീണ്ടു നിന്നേക്കാം. ആർത്തവത്തിന് മുന്നോടിയായും ആർത്തവ സമയത്തും കലശലായ അടിവയർ വേദന, ഛർദി, നടുവേദന, കാലിന് കഴപ്പ് തുടങ്ങിയ ലക്ഷണങ്ങൾ ചിലർക്ക് അനുഭവപ്പെടാറുണ്ട്.
ചിലർക്ക് അമിത ദേഷ്യം, ഉത്കണ്ഠ എന്നിവയും ഉണ്ടാകാറുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ആർത്തവം ഏകദേശം ഓരോ 28 ദിവസം കൂടുമ്പോഴും ഉണ്ടാകേണ്ട ഒരു ശാരീരിക പ്രക്രിയയാണ്. ഇതിൽ ചെറിയ തോതിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകാം. ആർത്തവം കൃത്യമായി ഉണ്ടായില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഡോക്ടറെ സമീപിക്കേണ്ടതാണെന്നും പറയുന്നുണ്ട്. ഇനി നമ്മൾ ആർത്തവ ശുചിത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആർത്തവകാലത്തുണ്ടാവുന്ന രക്തസ്രാവം വലിച്ചെടുക്കാൻ പെൺകുട്ടികൾക്ക് എന്തൊക്കെ മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പോൾ ആർത്തവകാലത്ത് സാനിറ്ററി നാപ്കിനുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മേന്മകളും അസൗകര്യവും എന്തൊക്കെയാണ് എന്നും പറയുന്നുണ്ട്. ഇനി അപ്പോൾ ആർത്തവകാലത്ത് സാനിറ്ററി നാപ്കിൻ ഉപയോഗിച്ചാൽ അത് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അതൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി മെൻസ്ട്രൽ കപ്പുണ്ട്. മെൻസ്ട്രൽ കപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ആർത്തവ സമയത്ത് ഉപയോഗിക്കാൻ കൂടുതൽ സൗകര്യപ്രദമായ മെൻസ്ട്രൽ കപ്പുകൾ ഇപ്പോൾ ലഭ്യമാണെന്ന് അറിയാമല്ലോ. ആരോഗ്യ പ്രവർത്തകരോട് ചോദിച്ച് മെൻസ്ട്രൽ കപ്പിൻ്റെ ഉപയോഗ രീതി, കൗമാരകാലത്തെ ശുചിത്വം എന്നിവയെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനും പറഞ്ഞിട്ടുണ്ട്. ഇനി മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മേന്മകളാണ്. മെൻസ്ട്രൽ കപ്പ്, സാനിറ്ററി നാപ്കിനുകൾ, തുണികൾ എന്നിവ ഉപയോഗിക്കുന്നതിന് മുമ്പും ശേഷവും കൈകൾ സോപ്പോ വീര്യം കുറഞ്ഞ അണുനാശിനിയോ ഉപയോഗിച്ച് കഴുകണം. സാനിറ്ററി നാപ്കിനുകൾ, തുണികൾ എന്നിവ ഉപയോഗിക്കുമ്പോൾ ശുചിത്വത്തിൻ്റെ ഭാഗമായി അവ 4-5 മണിക്കൂറിനുള്ളിൽ മാറ്റാൻ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. ഇനി കൗമാരകാലത്തെ ഭക്ഷണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കൗമാരകാലത്ത് എങ്ങനെയുള്ള ഭക്ഷണമാണ് നാം കഴിക്കേണ്ടതെന്നാണ് പറയുന്നത്. കൗമാരകാലത്ത് ശരീര വളർച്ച ദ്രുതഗതിയിലാണ്. അതുകൊണ്ട് തന്നെ ആർത്തവകാലത്ത് പെൺകുട്ടികൾക്ക് ശരാശരി 0.6 ലിറ്റർ രക്തം 0.6 അതായത് 0.6 ലിറ്റർ രക്തം എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത്. രക്തനഷ്ടം, ദ്രുതഗതിയിലുള്ള ശരീര വളർച്ച എന്നിവ പരിഗണിച്ച് കൗമാരകാലത്തെ ഭക്ഷണ രീതി എന്ത് ചെയ്യണം? ക്രമീകരിക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ശരീരം ഒരുപാട് അത്ഭുതങ്ങളുടെ കലവറയാണ് എന്നാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ലൈംഗിക ചൂഷണം. ചെറിയ കുട്ടികൾ ഉൾപ്പെടെ സമൂഹത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും പലവിധ ശാരീരിക, മാനസിക, ലൈംഗിക പീഡനങ്ങൾക്ക് വിധേയരാകുന്നുണ്ട്. സ്വന്തം വീടുകൾ, ബന്ധുവീടുകൾ, വാഹനങ്ങൾ, വിദ്യാലയങ്ങൾ, പൊതുസ്ഥലങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ വെച്ചാണ് പലപ്പോഴും പീഡനങ്ങൾക്ക് ഇരയാകുന്നത്. അപ്പോൾ ബന്ധുക്കൾ, സഹപാഠികൾ, കൂട്ടുകാർ, അപരിചിതർ എന്നിവരുമായി ഇടപഴകുമ്പോൾ താഴെ പറയുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട്. കുട്ടികൾക്കുള്ള ഒരു ഇതാണ്. അനുവാദമില്ലാതെ ശരീരഭാഗങ്ങളിൽ സ്പർശിക്കാൻ ശ്രമിക്കുന്നവർ, ലൈംഗിക ചുവയോടെ സംസാരിക്കുന്നവരും നോക്കുന്നവരും, അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ കാണിക്കാൻ പ്രേരിപ്പിക്കുന്നവർ, കൃത്രിമ സ്നേഹം കാണിക്കുന്നവരും ഉപഹാരങ്ങൾ നൽകുന്നവരും. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യണം? കുട്ടികൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി മുകളിൽ സൂചിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടാൽ മാതാപിതാക്കൾ, സഹപാഠികൾ, അധ്യാപകർ, സ്കൂൾ കൗൺസിലർ തുടങ്ങിയവരോട് ഭയമില്ലാതെ കാര്യങ്ങൾ തുറന്നു പറയണം. നിങ്ങളുടെ ശരീരഭാഗത്ത് മറ്റൊരാൾ സ്പർശിപ്പിക്കുമ്പോൾ മോശമായ സ്പർശം തിരിച്ചറിഞ്ഞ് നോ എന്ന് ശക്തമായി പറയാൻ ശീലിക്കണം. നിങ്ങൾക്കോ നിങ്ങളുടെ സഹപാഠികൾക്കോ ഉണ്ടാകുന്ന ഏതുതരം പീഡനവും വേണ്ടപ്പെട്ടവരോട് തുറന്നു പറഞ്ഞിട്ടും വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ലെങ്കിൽ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? ഈ ലോഗോയിലെ നമ്മുടെ 1098 ഇവിടെ ലോഗോയിൽ തന്നെ തന്നിട്ടുണ്ട്. 1098 എന്ന് പറയുന്ന ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പറിൽ 24 മണിക്കൂർ സേവനമുള്ള നമ്പറാണ്. അതിൽ വിളിക്കാവുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇനി അതിൽ കുറച്ച് വിലയിരുത്താമെന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ അത് 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതും കൂടി ഒന്ന് നോക്കി നമുക്ക് നിർത്താം. അപ്പോൾ എന്താണ്? താഴെ പറയുന്നവയിൽ വിസർജനം എന്ന ധർമ്മം നിർവഹിക്കാത്ത അവയവം ഏതാണ്? അപ്പോൾ വിസർജനം നിർവഹിക്കാത്ത അവയവമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? നമ്മുടെ വൃക്കകൾ, കരൾ, ശ്വാസകോശം എന്നിവ വിസർജനം എന്ന ആ ഒരു ധർമ്മം നിർവഹിക്കുന്നുണ്ട്. ഹൃദയമാണ് വിസർജനം എന്ന ആ ഒരു ധർമ്മം നിർവഹിക്കാത്തത്. ഇനി താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓടുമ്പോൾ പൾസ് നിരക്ക് കൂടുന്നു. ശരിയാണ്. എല്ലാ വ്യക്തികളുടെയും പൾസ് നിരക്ക് തുല്യമാണ്. എല്ലാ വ്യക്തികളുടെയും പൾസ് നിരക്ക് തുല്യമാണോ? അല്ല. കൈത്തണ്ടയിൽ മാത്രമേ പൾസ് നിരക്ക് അളക്കാൻ കഴിയൂ. അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞു നെറ്റിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? കൈത്തണ്ട, നെറ്റി എന്നിവയിലൊക്കെ പൾസ് റേറ്റ് നമുക്ക് നോക്കാൻ പറ്റും. പൾസ് നിരക്കും ഹൃദയസ്പന്ദന നിരക്കും വ്യത്യസ്തമാണ്. അപ്പോൾ ഇതിൽ ഏതാണ്? നമ്മുടെ ഓടുമ്പോൾ പൾസ് നിരക്ക് എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഇനി
അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു.